സേവാകേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ധീരജവാന്മാരുടെ ഫോട്ടോ അനാച്ഛാദനവും ഇതോടനുബന്ധിച്ച് നടത്തി. വിമുക്ത ഭടഭവൻ ഓച്ചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സേവാകേന്ദ്ര ഉദ്ഘാടനവും ധീരജവാന്മാരുടെ ഫോട്ടോ അനാച്ഛാദനവും സംഘടിപ്പിച്ചു. വിമുക്ത ഭടഭവൻ ഓച്ചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓച്ചിറ യൂണിറ്റ് ആസ്ഥാന മന്ദിരത്തിൽ നടത്തിയ പരിപാടി മധുകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രോസസ്സായി അങ്ങനെയല്ലേ സാർ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴെല്ലാവർക്കും നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ പറയുന്നത് 2022-23 ഞങ്ങൾക്ക് എടുത്ത ചാർജ് എടുത്ത കുറച്ച് നാളെ ആയുള്ളൂ. 2022, 23, 24 കാലഘട്ടത്തിലെ എല്ലാ ബില്ലുകളും പെൻഡിങ് ആയിട്ടുള്ള എല്ലാ ബില്ലുകളും എല്ലാവർക്കും പൈസ ഒന്നും തുടങ്ങിയിട്ടില്ലേ സാറേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? QR കോഡ് ഉണ്ട്. ആ QR കോഡ് ജസ്റ്റ് നിങ്ങളുടെ ക്യാമറ വെച്ച് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇനി പറയാനുള്ളത് ഉള്ളറിയാൻ സാറേ എൻ്റെ കാർഡ് നമ്പർ സോൻസോആണ്, ഞാൻ സർജൻ അല്ലെങ്കിൽ ഹാവില്ലാർ സോൻസോആണ്, പോളിക്ലിനിക് കൊണ്ടറയുടെ ബെനിഫിഷ്യറിയാണ്. ഈ രീതിയിൽ കാര്യങ്ങളിലൂടെ ഇതിനകത്ത് ഇംപ്രൂവ് ചെയ്താൽ നല്ലതായിരുന്നു. KSCSL ഓച്ചിറ യൂണിറ്റ് പ്രസിഡന്റ് N ജനാർദ്ദനൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ധീരജവാന്മാരുടെ ഫോട്ടോ അനാച്ഛാദന കർമ്മം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കേണൽ ശശികുമാർ ഡിയും ജില്ലാ പ്രസിഡന്റ് സതീഷ് ചന്ദ്രനും നിർവഹിച്ചു. IESL ദേശീയ കൌൺസിൽ അംഗം P സതീഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഈ അതിഗംഭീരമായ കുടുംബ സംഗമവും 59-ൽ കൂടുതൽ ആൾക്കാരെ ആദരിക്കുകയും ചെയ്തൊരു ചടങ്ങ് നിങ്ങളേവരും കണ്ടതാണ്. അതിൻ്റെ എല്ലാം വിജയവും അതിൻ്റെ എല്ലാ സഹായവും ഈ ഇരിക്കുന്ന കേരള സ്റ്റേറ്റ് എക്സർവീസസിൽ ഓച്ചിറ യൂണിറ്റിൻ്റെ അംഗങ്ങളാണ്. നിങ്ങൾ തരുന്ന ഈ സ്നേഹോപകാരത്തിന് മുമ്പിൽ തല ചുമിക്കാനേ ഞങ്ങളെ കൊണ്ടാവും. എപ്പോഴും എന്തിനും പ്രയോജനം തരിക എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ആദ്യം മുതൽ 2005 മുതൽ 2003 മുതൽ ഈ സംഘടന തുടങ്ങിയപ്പോൾ മുതൽ ഓച്ചിറ യൂണിറ്റിലെ കേരള എക്സർവീസസ് ലീഗ് തന്നുകൊണ്ടിരിക്കുന്നു. യൂണിറ്റ് ട്രഷറർ രാജേന്ദ്രൻ പിള്ള അനുസ്മരണം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി C തുളസീധരൻ പിള്ള സ്വാഗതം പറഞ്ഞു. തുളസി ശങ്കർ, ജയശ്രീ ദിനമണി, ഉമാദേവി, ശ്രീദേവി S തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.